BJP ഇത്തവണ എ ക്ലാസ് മണ്ഡലങ്ങളിലാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. ബാക്കിയുള്ളവിടുത്തെ എന്ത് സംഭവിച്ചാലും അവരുടെ വിഷയമല്ല. കഴിഞ്ഞ തദ്ദേശത്തിൽ നിന്ന് അപേക്ഷിച്ച് ഇത്തവണ തദ്ദേശത്തിൽ 2020 അവരുടെ ശക്തി ക്ഷയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 4 പഞ്ചായത്തുണ്ട്, ഒരിടത്ത് ടോസാണ്, കേവല ഭൂരിപക്ഷമില്ല. പഴയ ആ ഒരു 2 തദ്ദേശങ്ങളിൽ കേരളത്തെ ഞെട്ടിച്ച, കേരളത്തെ ശ്രദ്ധ അവരിലേക്ക് കൊണ്ടുവന്ന ആ 2020 ഇപ്പോൾ ഇല്ല. അത് ഏതാണ്ട് വേറൊരു അതിൻ്റെ ഒരു ദുർബലാവസ്ഥയിലാണ്. തിരിച്ചു വന്നുകൂടായൊന്നുമില്ല. പക്ഷേ അവിടെ നിന്ന് അവർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇപ്പോൾ തന്നെ അവർക്ക് 13 സീറ്റ് സ്ഥാനാർത്ഥി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ 2020 കേട്ടുകേൾവി പോലില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ BJP അവർക്ക് സീറ്റ് കൊടുക്കുകയാണ്. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ഈ സാബു ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല കച്ചവടക്കാരനാണെങ്കിൽ ഒരു നല്ല മുതലാളി എപ്പോഴാണ് സാധനങ്ങൾ വിറ്റൊഴിക്കുക, ഇതിൻ്റെ വില പരമാവധി കയറ്റി വെച്ചിട്ട് അതങ്ങ് വിൽക്കും. അതാണ് മുതലാളി. അപ്പോൾ 2020 സീറ്റുകൾ വാശിക്ക് വാങ്ങിച്ചത് അദ്ദേഹം വെച്ചൊഴിയുകയാണ്. എന്താ പരിപാടി എനിക്ക് മനസ്സിലാകും. പക്ഷേ BJPക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. BJP ഇത്തവണ എ ക്ലാസ് മണ്ഡലങ്ങളിലാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. ബാക്കിയുള്ളവിടുത്തെ എന്ത് സംഭവിച്ചാലും അവരുടെ വിഷയമല്ല. വിഷയമാണ്, അത് ഞാൻ പറയാം. പക്ഷേ തൽക്കാലം പ്രാരംഭ നിലയിൽ അവരുടെ വിഷയമല്ല എന്ന രീതിയിലാണ് അവർ അവരുടെ സംവിധാനങ്ങളെ മുഴുവൻ നീക്കുന്നത്. അങ്ങനെയാണ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ആളുകൾ വരുന്നതും. ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ശ്രീധരൻ പിള്ള സാറിനെ പോലെ ഒരാളെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയില്ല? വളരെ ജൂനിയറായ ഒരാളെ കൊണ്ടുവരുന്നു. വോട്ട് വേണ്ടാന്ന് തന്നെയാണ്. എന്നിട്ട് ഈ പരമാവധി ശക്തിയെടുത്ത് അവർ ജയിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണോ എന്ന് എനിക്ക് സംശയിക്കുന്നു. പഴയ BJP അല്ല. ഇപ്പോഴത്തെ BJPയുടെ പ്രത്യേകത, BJPയുടെ 140 മണ്ഡലങ്ങൾ BJPക്ക് സ്ഥാനാർത്ഥി നിർത്തിയാൽ ഈ 140 പേരും വോട്ട് മറിക്കാനും നോക്കില്ല. അവരുടെ ഒരു ക്രെഡൻസ് കൂട്ടാനും അവരുടെ വോട്ട് ശക്തി കാണിക്കാനും അവരുടെ ഒരു ഇമേജ് വർദ്ധിപ്പിക്കാനും ആത്മാർത്ഥമായി പങ്കെടുക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് വോട്ട് മറിക്കും എന്ന പഴയ തന്ത്രം BJPക്ക് ഇത്തവണ അങ്ങനെ എളുപ്പം നടത്താനാവില്ല. അതുകൊണ്ട് തന്നെ വളരെ ജൂനിയർ ആളുടെ നിർത്തലിലൂടെ വോട്ട് വേണ്ട, അവിടെ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നില്ല എന്നൊരു സന്ദേശം BJP നൽകുന്നുണ്ടോ എന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നു. ഇനി ഇതിൻ്റെ ഗുണമാർക്കാ? അപ്പോഴാണ് തൃപ്പൂണിത്തുറ സീറ്റ്. തൃപ്പൂണിത്തുറയിലെ അഞ്ജലിയാണ് കേട്ടോ. അഞ്ജലി നായരാണ് സ്ഥാനാർത്ഥി. അഞ്ജലി നായർ മത്സരിക്കുമ്പോൾ അവിടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, 2016 27,000-ഉം 2021 23,000-ഉം സീറ്റ് വോട്ടുകൾ നേടിയ ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അതെന്തിനാണ് 2020ക്ക് കൊടുക്കുന്നത്? എന്താ അതിൻ്റെ യുക്തി? ഈ തൃപ്പൂണിത്തുറ പോലെ പൊളിറ്റിക്കലി വളരെ സജീവമായ ഹിന്ദു വോട്ടിലൊക്കെ കാര്യമായിട്ടുള്ള അമ്പലവും മറ്റൊന്നും മറിച്ചതൊക്കെ ഉള്ള തൃപ്പൂണിത്തുറ അവർ ഭരിക്കുന്നു. തൃക്കാക്കരയാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം RSSന് മറ്റേ വടി വെച്ചുള്ള ഡാൻസും ഒക്കെ ഉള്ള പരിപാടിയൊക്കെ ഉള്ള അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ എന്താണ് BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തത്?